വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ആളുടെ ജീവിതത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഒരു പാർട്ടായിട്ടാണ് വരിക. പ്രത്യേകിച്ച് ഒരു ചെറിയ വീട് പോലെ തന്നെയാണ് ഒരു ചെറിയ ഫാമിലിക്ക് ഒരു കാർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു സാധനം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ വണ്ടി പ്രാന്തന്മാരായ ആൾക്കാർക്ക് ആ മേഖലയിൽ ഒരുപാട് കാലങ്ങൾ പലതും അടി കിട്ടിയും പലതും പ്രശ്നങ്ങളും സംഭവിച്ചിട്ടും ആണ് നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ പൊറോട്ട കമ്പനി വരുന്നു, ചപ്പാത്തി കമ്പനി വരുന്നു, അതുപോലെ അല്ല വന്നതല്ല. നമ്മളെ വാപ്പാന്റെ കൂടെ വർക്ക് ചെയ്ത് മെക്കാനിക്കാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മള് ഈ 10ാം തരത്തില് പരീക്ഷ കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് കഴിച്ച് ഇറങ്ങിയ ആളാണ്. അന്ന് മുതൽ നമ്മള് വർഷം ഇതിപ്പോ ഈ സമയം എത്ര നമ്മളെ ഓരോ സർവീസുകൾ നമ്മള് കുട്ടികളുടെ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അങ്ങനെ ഒരു അസ്വസ്ഥത, കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു അസ്വസ്ഥത മൂലം അവർ പ്രകടിപ്പിക്കുന്ന കുറെ ഇഷ്യൂസുകളുണ്ട്. വാശി, ദേഷ്യം, പിന്നെ ഈവൻ ചില ടൈപ്പ് ഓഫ് അഡിക്ഷൻ, ഈവൻ ഡ്രഗ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഒക്കെ വരുന്നത് ചില അസ്വസ്ഥതകളിൽ നിന്നാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഗൈഡൻസ് പാരന്റ്സിനും കുട്ടികൾക്ക് അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ട സപ്പോർട്ട്, ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. നമ്മൾ അൾട്ടിസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അൾട്ടിസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ റോഡിൽ കാണുന്നത് മൊത്തം അൾട്ടിസാ അല്ലേ? ടൊയോട്ടയുടെ രാജകുമാരൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ചെറിയൊരു ഡ്രൈവ് വ്ളോഗാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഹോണ്ടയുടെ CR-V ആണ് കേട്ടോ. ഒരു ഇമ്പോർട്ടഡ് വാഹനമാണ്, ജാപ്പാനീസ് മെയ്ഡ്. അപ്പം ഈ വണ്ടി ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡ്രൈവ് വ്ളോഗാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളെ കൂടെ മിസ്റ്റർ ലബീബ് ക, ഹായ്, ജസീം ക, നമ്മളെ 2 സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു വണ്ടിയുടെ ചെറിയൊരു ഡ്രൈവ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. 2008 മോഡൽ ഫുൾ ഓപ്ഷൻ CR-V ആണ്, ഓൾ വീൽ ഡ്രൈവ് അല്ലേ, ജപ്പാൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അതിന്റെ കീ ആണ് കേട്ടോ. അപ്പം ഈ വാഹനത്തിൽ നമ്മൾ ചെറിയൊരു ഡ്രൈവ് പോവാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് എന്തിനാണ്, എങ്ങോട്ടാണെന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് വണ്ടിയിൽ ഇരുന്ന് പറയാം. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിൽ ഉണ്ടായിരിക്കുക. സൺറൂഫും കാര്യങ്ങളെല്ലാം വരുന്ന, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ. എന്നാലും നമുക്ക് നോക്കാം. എന്നാ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്താലോ. CR-Vയിൽ CVT ഗിയർ ബോക്സ് വരുന്ന പെട്രോൾ വാഹനമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹോണ്ട CR-V 2.4 ലിറ്റർ പെട്രോൾ CVT ഗിയർ ബോക്സ് വരുന്ന വണ്ടി. മാത്രമല്ല ഇത് ഓൾ വീൽ ഡ്രൈവ് ആണ് വാഹനം. AWD എന്ന് പറയുമ്പോൾ നമുക്ക് ഫുൾ ടൈം 4 വീൽ അല്ല, നമുക്ക് ഫുൾ ടൈം ഫ്രണ്ട് വീലും സെൻസ് ചെയ്തിട്ട് ബാക്ക് ഗ്രിപ്പ് ഇല്ലാത്ത സമയത്ത് ബാക്ക് വീൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും. അപ്പൊ ആ ഒരു സിസ്റ്റം ആണ്. ഡസ്റ്ററിലൊക്കെ വരുന്നുണ്ട്. അതേപോലെ നമ്മളെ മാരുതിയിൽ ഇപ്പം ലേറ്റസ്റ്റ് നമ്മളെ ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ വരുന്ന ആ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉണ്ടല്ലോ. ഇത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര കംഫർട്ട് ആണ്. ഭയങ്കര വെയിറ്റ് ഉണ്ടല്ലോ വണ്ടി, നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ കാലത്ത് തന്നെ അന്നത്തെ ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ്. സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി കേട്ടോ. അന്ന് ശരിക്കും സൺറൂഫ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഡ്യുവൽ സോൺ AC അങ്ങനെ വരുന്നുണ്ട്, സ്റ്റീറിംഗ് ഓഡിയോ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് സീറ്റ് ആണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡ് സീറ്റ് ഉണ്ടോ, ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാഹനങ്ങളിലൊക്കെ വരുന്ന കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് ലാമ്പും കാര്യങ്ങളും പ്രൊജക്ടറാണ്. പിന്നെ ബാക്ക് വൈപ്പർ. പിന്നെ ഇതിന്റെ ഗ്ലാസ്സിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ഇതിന്റെ ജപ്പാന്റെ ഒരു ബാഡ്ജിങ് ഉണ്ടാവും എല്ലാ ഗ്ലാസ്സുകളും നോക്കിയാലേ. ജപ്പാൻ ഇമ്പോർട്ടഡ് വണ്ടിയാണ്. ഓടിക്കാൻ നല്ല കംഫർട്ട് ഉണ്ടാവും. CVT ആണ്, അപ്പോൾ ആ ഒരു ഗിയർ ബോക്സിന്റെ ഒരു പെർഫോമൻസ് അങ്ങനെയാണ്. പിന്നെ നല്ല ഓടിക്കാൻ നല്ല കംഫർട്ട് ഉണ്ട്. ഒരു അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു SUV ആണല്ലോ. ശരിക്കും SUV ക്ലാസ് അല്ലേ? അല്ല, അന്നത്തെ കാലത്ത് ഒരുപാട് ഈ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് റോട്ടില്. അതുപോലെ ഇതിന്റെ മുമ്പ് ഇറങ്ങിയ CR-V നോക്കുകയാണെങ്കിൽ അതൊരു ബോക്സി ടൈപ്പ് ആണ്. ബാക്കിൽ ഒരു സ്പെയർ വീലൊക്കെ വെച്ചിട്ട് ബോക്സ്. ആ വണ്ടി ഇവിടെ നമ്മൾ കാണും, ഈ മലപ്പുറത്തെ വണ്ടി കാണും. അപ്പൊ അതിൽ നിന്ന് പിന്നെ ഇതിലേക്ക് ഒരു മാറ്റാണ്. ഇങ്ങനെ ചെറിയൊരു ബാക്ക് ഡിസൈൻ ഭയങ്കര സ്ലോപ്പ് ആയിട്ട് ലോങ് ടൈൽ ലാമ്പ് ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുള്ള ഡിസൈനാണ്. അപ്പോ ഇവിടെ ഒരു CR-V ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കാം കൂടെ നിർത്തിയിട്ട് പോകുന്ന സമയത്തില്ല. ഇവിടെ തന്നെ CR-V കാണാറുണ്ട്. നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ. എനിക്ക് ഇതിലിപ്പോ ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ കാണുന്നത് സ്ലൈഡിങ് ആയിട്ടുള്ള ഈ ഓപ്പണിങ്. ഓൾഡ് മോഡൽ CR-V ആണ് ആ സൈഡിൽ കാണുന്നത്. ഇത് ടേബിളൊക്കെ ഉള്ള മോഡൽ, ഗ്ലാസ് മേലേക്ക് താറുപോലെ ഗ്ലാസ് മേലേക്ക് ഒന്നിക്കണം. ഇതിന്റെ അത്രയും ലെങ്ത് ഇല്ല തോന്നുന്നില്ലേ, കുറച്ച് കുറവുള്ള പോലെ. ബാക്കിലെ സ്പെയർ വീലാണ്. കളർ രസമുണ്ട് അല്ലേ? ഫ്രണ്ട് ഏകദേശം ഫ്രണ്ട് ചെറിയ സിമിലാരിറ്റി ഉണ്ട് അല്ലേ, ചെറിയൊരു മാറ്റവും. മറ്റേ അതിന് പ്രൊജക്റ്റഡ് അല്ല, ഗാർഡൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ആ ഗ്രില്ലും ഫ്രണ്ടിൽ ആ ഒരു ഇത് ഡംപ് ചെയ്ത വണ്ടിയാ അല്ലല്ല, കേൾട്ടന്റെ ഇതില് കയറ്റത്തൊക്കെ എങ്ങനെയുണ്ട് ഗിയർ ബോക്സിന്റെ റെസ്പോൺസ്?
ലാഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും? ഇല്ല ലാഗ് ഇല്ല. CVT ആയതുകൊണ്ട് ആ ഒരു വലിച്ചെടുക്കുന്ന ആ ഒരു എഫക്ട് ഉണ്ടല്ലോ, അതാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കി ശരിക്കും ഇത് ഓടിക്കുമ്പോഴേ ഭയങ്കര വെയിറ്റുള്ള ഒരു വണ്ടി ഫീൽ ഉണ്ട്. കോൺഫിഡൻസ് ആണ്. അതെ, ആ ഒരു കോൺഫിഡൻസ്. പിന്നെ ഇന്റീരിയറും നല്ല രസമുണ്ടല്ലേ, ഈ ഒരു ബീജ് ടച്ചുള്ള കളറേ, നല്ല ഒരു ഭയങ്കര ലക്ഷറി ആണ്. അപ്പൊ ഇപ്പോഴും ചില വണ്ടികളിലൊക്കെ ഈ കളറ് ശരിക്കും അതൊരു പ്രീമിയം കളറാണ് പണ്ട് കാലത്ത്. അതെ. സസ്പെൻഷനും കൊള്ളാട്ടോ. നല്ല ആ വണ്ടിയുടെ ആ ഒരു വെയിറ്റ് നമുക്ക് ആ സസ്പെൻഷനിൽ ശരിക്കും വണ്ടി ഇങ്ങനെ പതിഞ്ഞിരിക്കേണ്ട റോട്ടിൽ നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇത്രയും സമയം ഓടിച്ചുകൊണ്ടിരുന്ന വാഹനം, ഹോണ്ട CR-V. അപ്പോൾ ഇതാണ് കേട്ടോ പുറമേയുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇന്റീരിയർ കണ്ടല്ലോ, നൈസ്. പണ്ട് കാലത്തെ പുലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോട്ടിലൊക്കെ ഒരു പ്രീമിയം കാറ്റഗറി വെഹിക്കിളായിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു മോഡലാണ് CR-V എന്ന് പറയുന്നത്. അന്നൊക്കെ നമ്മൾ റെയറായിട്ട് മാത്രം കാണുന്നൊരു മോഡലും കൂടിയാണ്. സൈഡിൽ ഫുൾ ആ ഒരു ബോഡി ഇത് കണ്ടോ, ആ ഒരു ഷോൾഡർ ലൈൻ കണ്ടോ, മൊത്തത്തിൽ ആ ഒരു ഗ്ലാസ് ഏരിയ മൊത്തം ആ ഒരു ഷോൾഡർ ലൈൻ പോകുന്നുണ്ട്. ഒരു ചെറിയ ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. പിന്നെ ആണെങ്കിൽ നമുക്ക് സൺറൂഫ് വന്നിട്ടുണ്ടായിരുന്നു, പ്രൊജക്ടർ, ഹാലജൻ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് അലോയ് എത്ര സൈസാന്ന് നോക്കാതെ പറയാൻ പറ്റുമോ? ഇത് എനിക്ക് തോന്നുന്നത് 17 ഇഞ്ചോ? ഫ്ലാഷ് ഓൺ ആയിട്ടുണ്ട്, ഇരുട്ടായിട്ടോ. എവിടെ 215 60 617. നിങ്ങൾ 17 അല്ലേ പറഞ്ഞത്? കറക്റ്റാ. അപ്പോൾ ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. സീറ്റും കാര്യങ്ങളും. അംബ്രസ്റ്റ് ഇല്ലേ? അംബ്രസ്റ്റ് ഉണ്ടാവുമല്ലോ. ഓ, ഗ്യാപ്പ് ഒന്നും കിട്ടുന്നില്ല. ആംബ്രസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ, നല്ല ഭംഗിയുണ്ടോ. പിന്നെ നല്ലൊരു ബൂട്ട് സ്പേസ് ഉണ്ട് ബാക്കിൽ കണ്ടോ, കിട്ടില്ല ബൂട്ട് സ്പേസ്. അത് മേലെ ഇപ്പം പാർസൽ ട്രേ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. സൈഡിൽ ചെറിയ ക്വാർട്ടർ ഗ്ലാസ്, സൺറൂഫ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സീറ്റൊക്കെ ആ ഒരു പക്ക പ്രീമിയം, എന്താ പറയുക, അത് അതിൻ്റെ ആ ഒരു ബാക്കിൽ ആ ഒരു മോൾഡിങ്ങും കാര്യങ്ങളും കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ സ്റ്റോറേജ് ആണ്, ഷട്ടർ പോലത്തെ ആ സംഭവം, ബാക്കിൽ ഡോറ്. ഇതൊക്കെ ലെതറാണല്ലേ, അതൊക്കെ കുറേ പൊളിഞ്ഞു പോയി. പിന്നെ പവർ വിൻഡോ കൺട്രോള്. ഇവിടെ വേറൊരു കളറാണ് കൊടുത്തുള്ള ഒരു പ്രീമിയം അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം കാർ കാറ്റഗറി വരുന്ന വണ്ടിയാണ്. അന്നത്തെ ഓൺ റോഡൊക്കെ എത്രയാണെന്നുള്ളത് അറിയുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ബാക്കിലെ ലൈറ്റ്, ടെയിൽ ലൈറ്റ് കണ്ടോ, ആ ടോൾ ആയിട്ടുള്ള ഇതിലൊക്കെ ലൈറ്റ് ഫങ്ഷനിങ് ആണ്. ഇവിടെയും ഇതിലൊക്കെ ലൈറ്റുകളുണ്ട്, 1 2. ഹോണ്ട എന്നുള്ള ഒരു ബാഡ്ജ്, അതേപോലെ CR-V. പിന്നെ വലിയൊരു സൈലൻസർ യൂണിറ്റ്, ബാക്കിൽ ആ ഒരു ആൻറ്റിന, അതേപോലെ ആ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അല്ലേ? ഞാൻ 4 വീലർ ആദ്യം വായിച്ചു, ഓൾ വീലാണ്. ജപ്പാൻ കണ്ടോ മാർക്കിങ്? ജപ്പാൻ ഫോക്കസ് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് മലപ്പുറത്ത് ഇവിടെ കറക്റ്റ് സ്ഥലം ഇത് കളക്ടറേറ്റിന്റെ ബാക്കിൽ നമ്മളിപ്പോൾ അവിടെ ഒരു വണ്ടി പണിതുകൊണ്ടിരിക്കണല്ലോ. ആൾട്ടിസ് ആണ്, കൊറോള ആൾട്ടിസ് CNG ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് ഇവിടെ കൊടുത്തു പോയ വണ്ടിയാണ്. അപ്പോൾ അത് CNG ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ നമുക്ക് പറയണം. വരുന്ന സമയത്തുള്ള ഒരു മാറ്റും. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് പെട്രോൾ മാനുവലാണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്, ഇത് വേറെ വണ്ടിയാണ്. അത് ഇപ്പം CNG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടെ എന്തായാലും വീഡിയോയിൽ പറയും. അതിൻ്റെ കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. കൊറോള ആൾട്ടീസിന്റെ വർക്ക് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് CNG എല്ലാ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒക്കെ ഓക്കെ ആണ് അല്ലേ ലബിക? എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? ഓട്ടോമാറ്റിക് ആകുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. അപ്പം സാറിന്റെ CNG ആകുമ്പോൾ ചെറിയൊരു പവർ ലോസ് ഒക്കെ ഉണ്ടാവുന്നതാണ്. നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. നിലവില് ഓട്ടോമാറ്റിക് ആൾട്ടീസ് മാനുവല് ഉപയോഗിക്കുന്ന ആളാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ നല്ല കംഫർട്ടാണ്. എന്തായാലും ഇത് ഉപയോഗിക്കുന്ന എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മളിത് സജസ്റ്റ് ചെയ്തത്. അതെ, ആള് എന്തായാലും സാറ്റിസ്ഫൈഡ് ആവും. ഓടിച്ചു നോക്കി, അടിപൊളിയാണ്. ചെറുപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ CNG അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോ ഓടിച്ചു നോക്കി, അപ്പം പവർ ലോസും കാര്യങ്ങളൊന്നും ഇല്ല, അടിപൊളിയാണ് ഓടിക്കാനായിട്ട്. നല്ല പെർഫെക്റ്റ്. അതെ, നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ആയി. എന്റെ 3ാമത്തെ വണ്ടിയാണ്. അതെ, സ്ഥിരം കസ്റ്റമർ ആണ് ഇവിടുത്തെ. ഇതിപ്പോ നമ്മളിവിടെ വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ബ്രദേഴ്സ് വർക്ക്ഷോപ്പിലാണ് കേട്ടോ. ഞാൻ ഇതിന്റെ കുഞ്ഞിതാക്കാണ് ഇതിന്റെ റോളിംഗ്. കുഞ്ഞിതാക്കാന്റെ വർക്ക്. അതെ, ആളാണ് ഇതിന്റെ ഒരു
അപ്പോൾ സ്വന്തമായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ലേ? സ്വന്തം ഒരുപാട് വണ്ടികളുണ്ട് ഇപ്പോൾ നിലവിലൂടെ. നെക്സോൺ ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ അപ്പുറത്ത് ടൈപ്പ് സ്വിഫ്റ്റ് പുതിയ വണ്ടിയല്ല അത്? പുതിയുണ്ട്, 2025. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് എങ്ങനെയാണ് മീൻസ് നമ്മളെ ഈ CNG നെ കുറിച്ച്? CNG നമ്മളിവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്തുണ്ട്. പിന്നെ അവിടുന്ന് മലപ്പുറത്ത് വന്ന് സ്വന്തം നാട്ടിൽ നമ്മൾ CNG സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇല്ല, നല്ല കിറ്റുകൾ, ക്വാളിറ്റിയുള്ള കിറ്റ്, കസ്റ്റമർക്ക് ഹാപ്പി ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ തരം നല്ല സാധനങ്ങളും നമ്മളെടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് വണ്ടി വന്നാലും അതിനുള്ള കിറ്റ് നമ്മളെടുത്തിട്ടുണ്ട്. നെക്സോൺ ആട്ടെ, പിന്നെ ഈവൻ ഏത് TSI ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആയാലും ശരി, ഏത് വണ്ടി വന്നാലും അതിനുള്ള കിറ്റൊക്കെ നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. പുതിയ ടെക്നോളജിയുള്ള എല്ലാ കിറ്റും വന്നിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് കൂടുതൽ ഏത് വണ്ടികളാണ് കൂടുതൽ ഇപ്പോ നോർമലി വരുന്നത്? ഇപ്പൊ പെട്രോൾ വണ്ടികളാണെങ്കിൽ ഇപ്പൊ വാഗനർ, സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളാണോ, അതോ പിന്നെ ഈ മറ്റേ നെക്സോൺ പോലത്തെ നെക്സോൺ വരുന്നുണ്ട്, പിന്നെ വാഗണാർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പ്രീമിയം വണ്ടികളിലാണ് അധികം 8 ഇഞ്ചക്ടർ വണ്ടികൾ വരുന്നുണ്ട്. പുതിയ ലേറ്റസ്റ്റ് വണ്ടികൾ മാരുതിയിൽ വരുന്ന 8 ഇഞ്ചക്ടർ വണ്ടികൾ അത് വരുന്നുണ്ട്. അതിനൊക്കെ ഡ്യുവൽ ജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ECU തന്നെ 8 ഇഞ്ചക്ടറുകളുടെ കണക്ഷനുള്ള അങ്ങനെയുള്ള പ്രീമിയം സെഗ്മെന്റുള്ള കിറ്റ്. പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ എൻ്റെ കെമി എന്ന് പറഞ്ഞ ബ്രാൻഡ്, പോളണ്ട് ബ്രാൻഡ് പ്രീമിയം കിറ്റുകൾ. സർവീസ് ഇവിടെ തന്നെയല്ലേ നമ്മളിപ്പോ എന്തെങ്കിലും നമുക്ക് അങ്ങനത്തെ നമ്മൾ വിറ്റ് ചെയ്ത വണ്ടിക്കാർക്ക് ആർക്കും അങ്ങനെ കംപ്ലൈന്റ് ആഫ്റ്റർ സർവീസിന്റെ കാര്യം മറ്റുള്ള കാര്യങ്ങൾ ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. കുഞ്ഞിതാക്കാൻ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, കുഞ്ഞിതാക്കാൻ ഒരു വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഭയങ്കര അപ്ഡേറ്റ് ആണ്. അതായത് ഈ ഒരു മേഖലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര അപ്ഡേറ്റ് റിസർച്ച് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ആളിപ്പോൾ കഴിഞ്ഞ ദിവസം ഗുജറാത്തിലും ഒക്കെ പോയിട്ട് ഒരുപാട് ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ്, അതിന് സമയം കണ്ടെത്തും. ഇതിന്റെ ഇടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞങ്ങൾ യാദൃശികമായിട്ട് ഒരു വീഡിയോ കണ്ടിട്ടാണ് വന്നത്. പുള്ളിനോട് ഞാൻ എനിക്കറിയില്ല, ഞാൻ ഈ ഫീൽഡിലാണ്, എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞിട്ടാണ് ഞാനത് അറിയണത്. വണ്ടി ഞാൻ എടുത്തു കൊടുത്താണ്, എങ്കിലും ഇതിനെ കുറിച്ച് അറിയില്ല. CNG ചെയ്യുന്ന ഓപ്ഷൻ വന്നപ്പോൾ നമ്മളൊരു എൻക്വയറി ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ എൻജിൻ കണ്ടീഷൻ അടക്കമുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് അപ്ഡേഷൻ കൊണ്ടാണ് നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഒരിക്കൽ നമ്മൾ വന്നപ്പോൾ ഒരു കോമ്പസ് എടുക്കുന്നുണ്ട്, ജീപ്പ് കോമ്പസ്. അപ്പോൾ അതിന് ഡബിൾ ടാങ്ക് ആണ്, 2 CNG ടാങ്കാണ് കയറ്റിയിട്ട്. അപ്പോൾ സ്വാഭാവിക എറണാകുളത്ത് നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ യൂബറൊക്കെ ഓടുന്ന വണ്ടികളല്ലേ ഒരുപാട് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അതൊക്കെ വർക്കിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിപ്പോ പണ്ടത്തെ പോലെ എല്ലാത്തിനും ഒരു കിറ്റല്ല ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. വണ്ടികൾ മാറുമ്പോൾ അതിന്റെ ടെക്നോളജി മാറുന്നുണ്ട്, അതിന്റെ ഒരുപാട് ഭാഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സെൻസറിനൊക്കെ മാറുന്നു. അപ്പൊ അതിനനുസരിച്ചുള്ള പിന്നെ ECU ഇപ്പൊ പുതിയൊരു ഇത് നമ്മളിപ്പോ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പിന്നെ സ്പാർക്കട്രോണിക് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ വണ്ടിക്ക് പവർ കൂട്ടാൻ വേണ്ടിയിട്ട് സ്പാർക്കട്രോണിക് പറഞ്ഞിട്ട് പുതിയൊരു ECU അതിപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം വെച്ചാൽ ഈ എല്ലാ വണ്ടികൾക്കും നമുക്ക് സെൻസറിൻ്റെ മുകളിൽ പോയി തൊടാൻ പറ്റില്ല. ക്രാങ്ക് ആയാലും ക്യാം ആയാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം വണ്ടികൾക്ക് നമ്മൾ പുതിയ ടെക്നോളജിയിൽ പോളണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സ്പാർക്കട്രോണിക് പറഞ്ഞ ECU വെച്ചിട്ട് നമ്മളിപ്പോൾ പുതിയത് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും അപ്ഡേഷൻ ആയിട്ട്. അത് നമ്മൾ ഇവിടെ ആരും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അത് കോസ്റ്റ്ലിയാണ്. പക്ഷെ വണ്ടിയുടെ ഇത് വേണം മാറും, പെർഫോമൻസും വളരെ മാറ്റം. നിങ്ങളിപ്പോൾ ഈ വണ്ടി തന്നെ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. കാരണം ഞാൻ സാധാരണ ഞാൻ പറയുന്നത് ഇങ്ങനെ കയറ്റക്കിടമ്പോൾ നോക്കാന്നുള്ളത്. പൊതുവെ എല്ലാവർക്കും ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിക്കാന്നുള്ളത്. കാരണം എന്താ അറിയോ, ഞാൻ ഒരു കാര്യം, ഇത് ഏതൊക്കെ ഒരു മേഖല വന്നാലും ആ മേഖലയിൽ ഒരുപാട് കാലങ്ങൾ പലതും അടി കിട്ടിയും പലതും പ്രശ്നങ്ങളും സംഭവിച്ചിട്ടും ആണ് നമ്മൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പൊ പൊറോട്ട കമ്പനി വരുന്നു, ചപ്പാത്തി കമ്പനി വരുന്നു, അതുപോലെ അല്ല വന്നതല്ല. നമ്മള് വാപ്പാന്റെ കൂടെ വർക്ക് ചെയ്ത് മെക്കാനിക്കാണ്. നമ്മള് ഈ 10ാം തരത്തില് പരീക്ഷ കഴിഞ്ഞ് ഉച്ചക്ക് ഊണ് കഴിച്ച് ഇറങ്ങിയ ആളാണ്. അന്ന് മുതൽ നമ്മള് വർഷം ഇതിപ്പോ ഈ സമയം എത്ര നമ്മളെ ഓരോ സർവീസുകളും നമ്മള് അപ്പൊ ഓരോ കംപ്ലൈൻസുകൾ വരുമ്പോ നമ്മളത് തീർത്തു കൊടുക്കല് നമ്മളെ ബാധ്യത. നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മള് ഹാപ്പി ചെയ്യുക. ആ ഹാപ്പി ആയതിനോട് കൂടിയിട്ട് അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ കസ്റ്റമർ ടു കസ്റ്റമറിലൂടെ ബിസിനസ് വരിക എന്നാണ് നമ്മളെ. ഇപ്പൊ ഞാൻ എന്റെ വണ്ടി ഏകദേശം 12,000 കിലോമീറ്റർ CNG ചെയ്തിട്ട് ഓടി. എനിക്ക് അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫിറ്റ് ചെയ്തത് മുതൽ ഇതൊക്കെ പറഞ്ഞ പ്രകാരം ഒന്നും വന്ന് ചെക്കപ്പ് നടത്തിയെന്നല്ലാണ്ട് ഒരു 10 സിലിണ്ടർ കഴിഞ്ഞപ്പോൾ ചെക്കപ്പ് നടത്തിയെന്നല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. എനിക്കൊരു അറൗണ്ട് 20 കിലോമീറ്റർ ഒക്കെ ലോങ് ഓടുമ്പോൾ മൈലേജ് കിട്ടുന്നുണ്ട്.
പെട്രോളിലാണെങ്കിൽ പെട്രോളാകുമ്പോ ഒരു പിന്നെ 13 മാക്സിമം 12-13 നിൽക്കും. വ്യത്യാസമുണ്ട്. ആ അതിപ്പോ കോസ്റ്റും കുറവാണല്ലോ CNG. പിന്നെ ഇപ്പൊ എനിക്കങ്ങനെ CNG കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പോകുമ്പോൾ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ EV ഒക്കെ ഉപയോഗിക്കുന്നവർ, പിന്നെ ഇതൊരു ഹൈബ്രിഡ് പോലെയുള്ളൂ, നമുക്ക് CNG കഴിഞ്ഞാൽ ടെൻഷനൊന്നും ഇല്ല, പെട്രോൾ ഓടാലോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് കുഞ്ഞിതാക്ക. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. സർവീസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവില്ല. മീൻസ് അതിന്റെ ഫിറ്റിംഗ്സിലാണെങ്കിലും അതിപ്പോ റൈസ് തന്നെ പറഞ്ഞു, അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് ഉണ്ടാവുക ഒരു കമ്പനി ഫിറ്റിംഗ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നത്. ഫാക്ടറി ഫിറ്റ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഒരു മിനിറ്റ്. ഇതിലിപ്പോ ഇവിടെ ഒരു എക്സ്ട്രാ സ്വിച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ഇപ്പൊ ഒരു അഡീഷണൽ സ്വിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സ്വിച്ച് ഞാൻ കണ്ടപ്പോ ഇത് ശരിക്കും ഈ വണ്ടിയിലുള്ളതാണ് എന്നാ വിചാരിച്ചത്. എക്സ്ട്രാ ഫിറ്റ് ചെയ്തായിട്ട് ഫീൽ ചെയ്യുന്നില്ല, അതിൽ സ്റ്റോക്ക് വന്ന പോലെ തന്നെയാണ്. പിന്നെ നമ്മൾ മൈലേജിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്. സാധാരണ ഇപ്പൊ നമ്മള് CNG ഇപ്പൊ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടി ആയിക്കോട്ടെ, സാധാരണ ഒരു മൈലേജ് ഇപ്പൊ ഒരു 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി നമ്മൾ CNG ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കംഫർട്ടില് ഒരു ആക്യുറേറ്റ് ഒരു കറക്റ്റ് മൈലേജ് പറയാൻ നമുക്ക് എത്ര പറയാൻ പറ്റും? നിലവിൽ കിട്ടുന്ന മൈലേജിന്റെ ഒരു 70-80% കൂടുതൽ കിട്ടും. അത്രയും വ്യത്യാസം വരും അല്ലേ? പിന്നെ അത് മാത്രല്ല, പിന്നെ നമ്മൾ വണ്ടിന്റെ റോഡ് കണ്ടീഷന്, നമ്മുടെ റോഡ് കണ്ടീഷനും വണ്ടിന്റെ ഇപ്പൊ ഈ വണ്ടി തന്നെ ഇപ്പൊ അൾട്ടിസ് ആണെങ്കിൽ ഹൈവേ പോവാണെങ്കിൽ ഒരു 23 കിട്ടും. കറക്റ്റ് ചെയ്ത് പ്രോബ്ലം. പിന്നെ ഇപ്പോ പുതിയ വണ്ടികൾക്കൊക്കെ സ്പാർക്ക് പ്ലഗ് ഗ്യാസിനായിട്ട് സെപ്പറേറ്റ് സ്പാർക്ക് പ്ലഗും വരുന്നുണ്ട്. പക്ഷെ അത് കോസ്റ്റ്ലി ആണ്. ഒരു വണ്ടിക്ക് ശരാശരി ഒരു സ്പാർക്ക് പ്ലഗിന്റെ സെറ്റിന് തന്നെ 4000, 3500, 4000 രൂപ വരുന്നുണ്ട്. സ്പാർക്ക് പ്ലഗ് പറഞ്ഞാൽ വണ്ടി ഗ്യാസിനായിട്ടുള്ളത്, CNGക്കായിട്ട് വരുന്ന സ്പാർക്ക് പ്ലഗ് വരുന്നുണ്ട്. അത് കുറച്ചും കൂടി പവറും കൂടും, മൈലേജ് ഭയങ്കര സ്മൂത്താണ്. പിന്നെ പ്ലാറ്റിനം അല്ല അതിൽ വരുന്നത്, പിന്നെ സിൽവർ, ഗോൾഡ്, കോപ്പർ 3 ടൈപ്പിലുള്ള പ്ലഗ് വരുന്നുണ്ട്. വളരെ മാറ്റമുണ്ട് വണ്ടിയിൽ ഇട്ടോട്. കുറേ ആൾക്കാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആളുകൾ ആർക്കും മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് വരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് വണ്ടികൾ. പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ഓർഡർ ചെയ്ത് ഓരോ വണ്ടിക്ക് അനുസരിച്ച് വരുത്തണം, ഇയർ കൊടുക്കണം. അല്ലാതെ നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന എല്ലാ പ്ലഗ് അല്ലാതെ നമുക്ക് 1 വീക്കിന്റെ ഉള്ളിൽ സാധനം എത്തും. 10 കിലോമീറ്റർ മൈലേജ് പെട്രോൾ കിട്ടുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു 16 കിലോമീറ്റർ 15 കിലോമീറ്റർ ആവറേജ് എക്സ്പെക്ട് ചെയ്തൂടെ? 16-15 അതിലേറെ കിട്ടുന്നുണ്ട്. ഒരു ജാമ്യം എന്ന് പറഞ്ഞാൽ ഒരു 70 പറയുള്ളൂ. അതിൽ കൂടുതൽ കിട്ടിയ അത്ര സന്തോഷമല്ലേ ഉള്ളൂ. പിന്നെ വണ്ടിന്റെ എഞ്ചിന്റെ പല ഭാഗങ്ങളും വീക്ക്നെസ് ഉള്ള വണ്ടികളാണെങ്കിൽ അതിനനുസരിച്ച് കുറയും. അതെ അതെ. ഈ അൾട്ടിസിൽ ഏകദേശം എത്ര മാറ്റം പ്രതീക്ഷിക്കാം നമുക്ക്? നിങ്ങൾ 20 കിലോമീറ്റർ 18-20 മേലെ എന്തായാലും എനിക്കൊരു എന്റെ ഒരു യൂസില് എനിക്ക് 21 വരെ കിട്ടിയിട്ടുണ്ട്. 21 ഞാൻ എന്റെ ഒരു കാൽക്കുലേഷൻ കിട്ടും. പക്ഷെ 21 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ഗ്യാസ് തീർന്നിട്ടില്ല. തീരാത്ത ഞാൻ രണ്ടാമത് റീഫിൽ ചെയ്താണ്. അപ്പൊ തീരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ 23 ഉണ്ടാവുമായിരിക്കും. ഞാൻ അങ്ങനെ RPM ഒക്കെ നോക്കി ഓടിക്കുന്നതാണ്. 2000 മേലെ ഞാൻ വല്ലാണ്ട് കയറ്റിക്കൊണ്ടു. ടാങ്ക് ഫുൾ ആക്കിയിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ? 210 വരെ ഓടിയിട്ടുണ്ട്. അതായത് 9 കയറുള്ളൂ. 9-9:45 ചില സമയത്ത് കയറില്ല. പക്ഷെ അതിന് എനിക്ക് 210 വരെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടപ്പോൾ ടാങ്ക് എംപ്റ്റി ആയിട്ടില്ല, ഞാൻ പറയാണ്, വീണ്ടും അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഡ്രൈവിംഗ് മാക്സിമം എനിക്ക് അതല്ലാതെ റഫ് ഡ്രൈവിങ്ങിനൊക്കെ ഒരു 160 to 190 വരെയുള്ള റേഞ്ചിൽ പിന്നെ കിലോമീറ്റർ വരെ കിട്ടും ഒരു ഫുൾ ഫില്ലിങ്. 890 രൂപയ്ക്കാണിത്. അതാണ് വലിയ ഹൈലൈറ്റ്. പിന്നെ കുഞ്ഞിത്തക്കാട് പൊതുവെ ഞാൻ എനിക്കതിന്റെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. മീൻസ് അങ്ങനത്തെ ആശങ്കകളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അത് കുഞ്ഞിത്താക്കാന്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പൊതുവെ ഒരു ആശങ്ക ഈ സേഫ്റ്റിനെ കുറിച്ചാണ്. അത് പൊട്ടിത്തെറിക്കും, വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ടാങ്ക് പൊട്ടിത്തെറിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്പനി ഫിറ്റിംഗ് പോലത്തെ ഒരു ഇത് വരുമോ? കമ്പനി ഇപ്പൊ CNG കൊണ്ടുവരണ്ടല്ലോ. അപ്പൊ അങ്ങനെ പൊതുവെ ആൾക്കാർക്ക് ചിലപ്പോൾ അതിന്റെ സംശയം ഉണ്ടാവും. ഈ കമ്പനി ഫിറ്റ് ചെയ്യുന്നതും ഞങ്ങൾ പോലത്തെ ഫിറ്റ് ചെയ്യുന്നതും സെയിം തന്നെയാണ്. ടാങ്കില് എല്ലാരും ഒരേ ടാങ്ക് തന്നെയാണ്. ഇപ്പോൾ ഈ KC ആണെങ്കിലും രാമയാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ കമ്പനിയും ടാങ്കിനാണ്. അതിപ്പോ ഫാക്ടറി ഫിറ്റഡിൽ വരുന്ന വണ്ടികൾക്കും സെയിം ആണ്, ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതും സെയിം ആണ്. പിന്നെയുള്ള കമ്പനി ഫിറ്റഡിൽ എന്ന് പറഞ്ഞാൽ അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറേ ഐറ്റംസ് വരുന്നുണ്ട്. ഇഞ്ചക്ടർ, പ്രീമിയം ടൈപ്പ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കോസ്റ്റ്ലി. ഇപ്പോൾ നമുക്ക് ഒരു വണ്ടിയിൽ കമ്പനി ഫിറ്റഡും മറ്റൊരു കൂടെ ഫിറ്റ് ചെയ്യുമ്പോൾ കമ്പനി ഫിറ്റഡ് വണ്ടി വരുമ്പോൾ ഒരു 1.25 ലക്ഷത്തോളം വരുന്നുണ്ട്, ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് നമ്മളോട് 70-നും 65-നും ആ ലെവലിലോട്ട് വരുന്നത്.
അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടാവും. ഉണ്ടാവും. വേറെ ഒരു ഇത് കാര്യമായിട്ടൊന്നുമില്ല. ഒരു കമ്പനി ഫിറ്റഡുള്ള വണ്ടികൾ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആഫ്റ്റർ സർവീസ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ മേലോട്ട് വെക്കാണ്. ആ ഒരു ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത്. അതിന് വേണ്ടി അവര് പിന്നെ കമ്പനിക്കാർ മുൻകൈ എടുത്ത് ഇപ്പോ ഈവൻ ഹോണ്ട എല്ലാം ഇപ്പോൾ എന്ത് ചെയ്യണം പോകാന്ന് വെച്ചാൽ പുറത്തോട്ട് കൊടുക്കാണ്. ഞങ്ങളെ പോലത്തെ ഫിറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുക. അതിന്റെ ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ചിലപ്പോൾ അതിന്റെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ സ്പെഷ്യൽ സ്റ്റാഫുകൾ ഉണ്ടാവില്ല. അതാണ് മെയിൻ പ്രശ്നം. എന്നാലും നമ്മൾ ഡിസ്കഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഷോറൂമുകാരനും പുറത്തുള്ളൊരു വർക്ക്ഷോപ്പുകാരനും ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ പാനലിലേക്ക് വരാൻ അവർക്ക് ഭയങ്കര മടിയാണ്. കാരണം അവർ നിൽക്കുന്ന ഒരു സ്റ്റേജ് വേറെ, ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റേജ് വേറെ, രണ്ട് രീതിയിലാണ്. അപ്പോൾ അവർക്ക് നമ്മളോട് ഈ കാര്യങ്ങൾ പറയാൻ അവർക്ക് മടിയാണ്. എന്നാൽ നമ്മളെ എത്തുന്ന എങ്ങനെയെങ്കിലും അവർ ചെയ്യും. ചില ആളുകൾ ആ മടിയൊന്നും വിചാരിക്കാതെ മെക്കാനിക്കൽ ആളുകൾ വന്നിട്ട് എങ്ങനെ എന്താ പ്രശ്നം നമുക്ക് ഒന്ന് പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാത്ത ഞങ്ങൾ അവരോട് ചോദിച്ചാൽ അവരിങ്ങോട്ട് ഡിസ്കഷനുള്ള ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഇത് എന്ത് തന്നെയാണെങ്കിലും എല്ലാവരും കൂട്ടി ഒരു യോജിച്ച് പോയാലേ എല്ലാ സർവീസും കറക്റ്റായിട്ട് പോവുള്ളൂ. ഇപ്പോൾ ഒന്ന് പൊല്യൂഷൻ ഫ്രീ ആണ്, ഭയങ്കരമായിട്ട് പൊല്യൂഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഒരു ആ രീതിയിൽ നോക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഡൽഹിയിലൊക്കെ കണ്ടില്ലേ കംപ്ലീറ്റ് ഹെവി വെഹിക്കിൾസ് ഒക്കെ എറണാകുളത്തൊക്കെ ഉണ്ട്, ട്രക്കുകളൊക്കെ ഹെവി ട്രക്കൊക്കെ വരുന്നുണ്ട്. 2-3 ബസ് എറണാകുളം പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സിറ്റി ബസ്സുകളൊക്കെ. പിന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മളെ നാട്ടില് ഓട്ടോറിക്ഷ മൊത്തത്തിൽ കുറെ വണ്ടികൾ ഇറങ്ങി. ഇപ്പൊ ഭയങ്കര ലാഭമുണ്ട്. ഓട്ടോറിക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മളിപ്പോ മാപ്പ് ഒന്നും ഇല്ലാതെ പ്ലാൻ ചെയ്ത് പോവാണെങ്കിലും ഒരു പച്ച ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അവിടെ CNG നമ്മളിപ്പോ അങ്ങനെ നോക്കാം. അത് ശരിയാണ്. പിന്നെ അതേപോലെ ഈ CNG സ്റ്റേഷൻസ് ഇപ്പൊ പെട്രോൾ പമ്പില് അവൈലബിലിറ്റിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പൊ മലപ്പുറം ടൗണിനെ അപേക്ഷിച്ച് ഇപ്പൊ നോക്കുകയാണെങ്കിൽ പാങ്, എല്ലാവരും മലപ്പുറം പണ്ട് കാലത്ത് പറയും പാങ് എന്ന് പറഞ്ഞ ഒരു ഉൾഗ്രാമമായിരുന്നു. പാങ്, ചട്ടിപ്പറമ്പ്, കൊളത്തൂര് ഈ ഏരിയയിലൊക്കെ പമ്പായി, ഗ്യാസ് പമ്പായി, CNG സ്റ്റേഷൻ വന്നു. പുത്തനത്താണി പിന്നെയാണ് നമ്മൾ ഹൈവേക്ക് ചാടി. ഇതൊരു ഉള്ളിലാണ്. ഇവിടൊക്കെ ഗ്യാസിന്റെ സ്റ്റേഷൻ വന്നു. അപ്പൊ എന്തായാലും ഇത് സ്റ്റേഷൻ കൂടുതൽ വരിക എന്നല്ലാതെ ബാക്കോട്ട് ഉണ്ടാവില്ല. പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു ഫ്യൂലാണ്. ഇത് ഇലക്ട്രിക്കൽക്ക് പോവാണെങ്കിലും ഇലക്ട്രിക്കലിന്റെ ഇത് എത്ര ഉണ്ട് നമ്മൾ കണ്ടറിയണം. വണ്ടി ഫ്യൂല് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും, പിന്നെ ടോയ് ചെയ്ത് കൊണ്ടുപോകണം. ഇപ്പൊ അതില്ല, ഫ്യൂല് കഴിഞ്ഞ് പക്ഷെ അധികം ആളുകളും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് വണ്ടി ആണെങ്കിൽ ഇവന്മാർ പെട്രോൾ അടിക്കില്ല. മിനിമം പെട്രോള് നമ്മൾ 2 പുള്ളി പെട്രോൾ വെക്കണം. പെട്രോൾ ടാങ്കിന്റെ ഉള്ളിലുള്ള മോട്ടറിനെ കേടെടുത്തു അല്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കസ്റ്റമറോട് പറയല് 2 പുള്ളി പെട്രോൾ അല്ലെങ്കിൽ 3 പുള്ളി വെക്കണം. ഇത് വെക്കാതെ വണ്ടി കൊണ്ടു നടക്കും. എന്നിട്ട് എന്ത് പറയും? ഗ്യാസ് കംപ്ലൈന്റ് ആണ്. ഇത് കംപ്ലൈന്റ് ഉണ്ടാക്കി തീർക്കേണ്ടതിന് മുമ്പേ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് സേഫ്റ്റിയാണ്. ഒരു പെട്രോൾ എപ്പോഴും നിലക്കുമ്പോഴേ കഴിഞ്ഞാലും പെട്രോളിന്റെ യൂണിറ്റിന് ഒന്നും ഒരു കംപ്ലൈന്റും വരില്ല. ഇത് പെട്രോൾ ഉപയോഗിക്കൂല. പിന്നെ സ്റ്റാർട്ടിങ് എങ്ങനെയും ത്രൂ ഔട്ട് ഗ്യാസിൽ സ്റ്റാർട്ട് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ചിലവര്. ഉണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കൂല. അവൻ കുടുങ്ങുമ്പോ നമുക്ക് മാത്രം പറഞ്ഞു കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഈ മറ്റേ പെട്രോളിന്റെ ഇഞ്ചക്ടർ, പമ്പ്, ടാങ്ക് ഇതെല്ലാം കംപ്ലൈന്റ് ആക്കി കളയും. നമ്മൾക്ക് പ്രശ്നമുള്ള കാര്യങ്ങളല്ല അതൊക്കെ പറഞ്ഞു. ഒരു ടാങ്ക് ഒരു 1000 റുപ്യ നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ ഒരു 800 റുപ്യന്റെ ഗ്യാസ് അടിക്കുകയാണെങ്കിൽ 250 റുപ്യന്റെ ഗ്യാസ് അടിച്ചാൽ 300 റുപ്യന്റെ പെട്രോൾ അടിച്ചാൽ അത് റൊട്ടേഷൻ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. അതാണ് ചെയ്യുന്നത്. പിന്നെ ഈ CNGന്റെ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ആയി സേഫ്റ്റി സൈഡും കൂടെ. സേഫ്റ്റി പറഞ്ഞാല് ടാങ്ക് ഏത് വണ്ടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 3 years ചെക്ക് ചെയ്യണം. 3 വർഷം കൂടുമ്പോൾ ടാങ്ക് നമ്മൾ റീടെസ്റ്റ് ചെയ്യേണ്ട, അത് നമ്മൾ കമ്പൽസറിയാണ്. എന്നതിന് ശേഷം അവർ പിന്നെ ഫില്ല് ചെയ്ത് തരുള്ളൂ. അത് നമ്മൾ കമ്പൽസറി. അതിൻ്റെ എന്തെന്ന് പറയാന്ന് വെച്ചാൽ നമ്മൾ ടാങ്ക് 200 പ്രഷർ ബാറിലാണ് നമ്മൾ ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ഈ ടാങ്ക് ടെസ്റ്റിങ്ങിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 370 PSIയിലാണ് നമ്മൾ ഡെത്തിൽ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അടുത്ത എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരാൻ പൊട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തന്നെ ആ ഡെത്ത്
നമ്മളെ ടാങ്ക് കംപ്ലൈൻ്റ് ആവും. പിന്നെ അങ്ങനെയുള്ള ഒരു ചെക്കിങ് നമ്മൾ 3 വർഷം കൂടുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതിന് അതിൻ്റെ ഉള്ളിലുള്ള തേമാനങ്ങൾ, തിക്നെസ്, ഇനി അതുപോലെ സ്ക്രാച്ച് ഇതെല്ലാം വരുന്നുണ്ടോ എന്നുള്ള എല്ലാം നമ്മൾ പിന്നെ സ്കാൻ ചെയ്യുന്നത് അങ്ങനത്തെ എല്ലാ സിസ്റ്റങ്ങളുണ്ട്. അത് എന്തായാലും അത് ചെയ്യുന്നത് മസ്റ്റാണത്. അത് നമ്മുടെ ഇതാണ്, ആവശ്യമാണത്. ഇത് പിന്നെ ബ്ലസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് വളരെ അപകടം ഉണ്ടാക്കുന്നതാണ്. അതിപ്പോൾ ഏത് ഫ്യൂലാണെങ്കിലും, നമ്മൾ വീട്ടിലെ ഗ്യാസ് ആണെങ്കിലും അത് ചോർന്ന് വയ്ക്കാണ്ട് കത്തിയാൽ അത് സേഫ്റ്റി ഭാഗം. അതുപോലെ നമ്മൾ വീട്ടിലെ സിലിണ്ടർ, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്ന സിലിണ്ടർ നമുക്ക് ടെസ്റ്റിംഗ് ഉണ്ട്. അത് നമ്മളാരും ശ്രദ്ധിക്കണില്ല എന്നുള്ളൂ. അതിൻ്റെ മുകളിലെല്ലാം ഓരോ വർഷം നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ അറിയണില്ല എന്നുള്ളൂ. കാരണം അതിനകത്തുള്ള ഒരു പിന്നെ ഇപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പെട്രോൾ വണ്ടിന്റെ ഫ്യൂൽ പമ്പ് ലീക്കായി കഴിഞ്ഞാലും അപകടം തന്നെയാണ്. ഒന്നും വേണ്ട, എലി അടിച്ചിട്ട് പൈപ്പ് കട്ടായി പെട്രോൾ ലീക്ക് ആയാലും കത്തും. എല്ലാ ഭാഗമാണ്. ഏതൊരു ബാറ്ററി പൊട്ടിത്തെറിക്കുന്നുണ്ട്. സേഫ് കാരണം എല്ലാം നമ്മൾ സൂക്ഷിക്കണം. ഇപ്പൊ കയ്യിലിരിക്കുന്ന പെന്നാണെങ്കിലും കത്തിയാണെങ്കിലും കല്ലാണെങ്കിലും അതൊക്കെ എല്ലാത്തിനും ഒരു ഇതുണ്ട്, കൈകാര്യം ചെയ്യണ പോലെ. പിന്നെ ഈ കാലിബ്രേഷൻ ടാങ്കിന്റെ സേഫ്റ്റി ചെക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഞാനിപ്പോ വന്നപ്പോ കുഞ്ഞിതൊക്കെയാണ് ചോദിച്ചു. ഇപ്പൊ എന്റെ ഏകദേശം 1.25 വർഷമായിട്ട് ഞാൻ ഫിറ്റ് ചെയ്തിട്ട്. ഇനി എനിക്കൊരു 1.25 വർഷം കൂടി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് വരും. ഞാൻ ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു അത് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ തന്നെ അതിനുള്ളൊരു സംവിധാനം കൂടി ഈ ബ്രദേഴ്സ് വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് സമാധാനമായി. കാരണം ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടിന്റെ സമയമൊക്കെ ആകുമ്പോഴേക്ക് എന്തായാലും ഒരു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ അത് സെറ്റ് ആവും. പിന്നെ അപ്പൊ അങ്ങനത്തെ ടെൻഷൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടെസ്റ്റിംഗ് സെന്റർ ഉള്ളത് വൈറ്റില അങ്ങോട്ടാണ്, രാമനാട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മളെ ഈ മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ കുറച്ച് പ്രയാസമുള്ള രീതിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഓരോ വണ്ടിക്ക് അനുസരിച്ചും ഇപ്പൊ വണ്ടിയുടെ ബൂട്ട് സ്പേസിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഏരിയയിലുള്ള നമ്മൾ ഇത് ഫിറ്റ് ചെയ്യണത്. അപ്പൊ അതിന്റെ ഒരു സ്പേസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു കൊറോള ആണെന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം നമുക്ക് സിലിണ്ടറിനനുസരിച്ച് സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം സ്പേസ് അവിടെ മാനേജ് ചെയ്ത് പോകും. നമ്മളിപ്പോ 2 തരം ടാങ്കാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് 60 ലിറ്റർ, പിന്നെ 65 ലിറ്റർ. നമ്മൾ ഓരോ വണ്ടികൾക്ക് അനുസരിച്ചാണ് നമ്മൾ അതിന്റെ ബൂട്ട് സ്പേസ് മാക്സിമം നമ്മൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വണ്ടി കണ്ടു, ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റ് നെക്സോൺ ചെയ്തിരുന്നു. നെക്സോൺ ഒരു കസ്റ്റമർ ചെയ്തു പോയി. അവർക്ക് ബൂട്ട് സ്പേസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ അടുത്ത കസ്റ്റമർ പറഞ്ഞു എനിക്ക് അതേ സിസ്റ്റം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ മാക്സിമം നമ്മൾ കസ്റ്റമർക്ക് അവിടെ ബൂട്ട് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബ്രാക്കറ്റ് സാധനങ്ങളൊന്നും നമ്മൾ റെഡിമെയ്ഡ് വാങ്ങില്ല. വണ്ടി വന്നിട്ട് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നല്ല തിക്നെസ് ഉള്ള പൈപ്പും കാര്യങ്ങളും വെച്ച് ഇവിടെ തന്നെ വെൽഡ് ചെയ്ത് മേക്ക് ചെയ്ത് ഉണ്ടാക്കാൻ. അതാണ് നമ്മൾ കുറച്ച് ടൈം പിടിക്കേണ്ടത്. പിന്നെ ചിലവർ 4 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടൊക്കെ ആ പണീൻ്റെ കാര്യം വന്ന് ആര് പറഞ്ഞാലും ശരി നമ്മൾ എടുക്കുന്നേ ഇല്ല. അവരോട് പറയും അത്ര നേരത്തേക്ക് നിങ്ങൾ പോയിക്കോളി, എനിക്കതിന് സമയമില്ല എന്ന് പറയും. കാരണം നമ്മളത് ചെയ്തു കൊടുക്കേണ്ട ഭാഗത്ത് പിന്നെ നമുക്ക് ആ ഒരു തലറിഞ്ഞു എൻ്റെ ഉണ്ടായത്. ബ്രാക്കറ്റ് ആയാലും പൊട്ടിയാലും ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയില് 9:40 എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ നമ്പർ ഇതിൽ അവിടെ തന്നെ ഉണ്ട്, അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ കോൺടാക്ട് ചെയ്യാം. എന്തായാലും ആ വീഡിയോ കണ്ടാലും വിളിക്കുകയാണെങ്കിൽ എന്തായാലും എല്ലാ എന്റെ പേര് റയീസ്, മുഹമ്മദ് റയീസ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. സമയം 9:50, 10 മണി ആവാറായില്ലേ. ഞാൻ ഇതിൽ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ ഫ്രണ്ടിലുള്ള സംഭവം ഞാൻ കാണിച്ചു തന്നു. ഇത് ഇപ്പോൾ കവറിങ് ഒക്കെ ചെയ്തിട്ട്, അതായത് ഇതാണ് ഇപ്പൊ നമ്മളെ CNG ടാങ്ക് വരുന്നത്, കവർ ചെയ്ത് വെച്ചാണ്. അപ്പൊ അത്രയും സ്പേസ് പോയി, ബാക്കി ഇത്രയും സ്പേസ് നമുക്ക് ബാലൻസ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇനിയിപ്പോ ഒന്നും സെറ്റാക്കി വെക്കാനുണ്ട്. എന്നാലും എത്രയും സ്പേസ്, ഇതിപ്പോ അതിന്റെ എഞ്ചിൻ കവറിങ് കേട്ടോ, അത്രയും ബോർഡ് സ്പേസ് ബാലൻസ് ഉണ്ട്. ഈ എഞ്ചിൻ കവർ നമ്മൾ അതിന്റെ ഒരു ബോൾട്ട് ഇവിടെ പൊട്ടിയോണ്ട് മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് CNG വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഹോളില് അവിടെ കറക്റ്റ് ഫിറ്റ് ചെയ്ത് നിൽക്കാത്തതുകൊണ്ട് മാറ്റി വെച്ചാണ്. വെള്ളം കുടിക്കുക, ഇത് സോഡിയോ. ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. എന്നാലേ ആയിക്കോട്ടെ. പ്രീമിയം വണ്ടിയിലാണല്ലോ. ഞാൻ ഈ ആൾട്ടിസിന്റെ ഒരു ലൈറ്റ് ഇവിടെ എന്തോ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ആർട്ടിസ്റ്റ് പിന്നെ വണ്ടിയുടെ ഓർഡർ വീട്ടിൽ കൊണ്ടേൽപ്പിച്ചു. അദ്ദേഹത്തിന് ഉമ്മാന്റെ കയ്യിലാണ് കൊടുത്തത്. അപ്പൊ അവരൊക്കെ ആദ്യത്തെ വണ്ടി കാണുന്നത്.
സത്യം പറഞ്ഞാല് മൂപ്പര് എല്ലാം വാട്സപ്പിലൂടെ ഫോട്ടോ കണ്ട് അങ്ങനെ ഒരു ഡീലറല്ല കസ്റ്റമർ, പിന്നെ ഇതിന്റെ വണ്ടി കൊടുത്ത ആളെ വെച്ച് സംസാരിച്ച് അങ്ങനെ അയാൾ എന്റെ അടുത്ത കൊണ്ടു തന്നെ. മൂപ്പര് വയനാട്ടിലല്ലേ. അങ്ങനെയാണ് വണ്ടി നമ്മള് CNG ചെയ്യാൻ കൊടുത്ത് ഇപ്പൊ ഒന്ന് വണ്ടി വീട്ടിൽ കൊണ്ടു കൊടുത്തു. അതെല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനും ഒന്നും പറ്റിയില്ല. പക്ഷെ അതില് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം ചില വണ്ടിന്റെ സ്മൂത്ത്നെസ് ആണ്. ഓട്ടോമാറ്റിക് പിന്നെ അത്ര സ്മൂത്താണ്, വളരെ നല്ല മികച്ച ഡ്രൈവിംഗ് ആണ് വണ്ടി. പിന്നെ പ്രത്യേകിച്ച് നല്ല റബ്ബറൈസ് റോഡിലൂടെ പോകുമ്പോൾ ഞാൻ റേസിനോട് പറഞ്ഞു, ആ വണ്ടി ഒരു പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ പോലും നമുക്ക് ഇനിയൊരു ടെൻഷൻ ഇല്ലാണ്ട് കൊണ്ടുനടക്കാം. കാരണം വെച്ചാല് 890 രൂപ ഫുൾ ടാങ്ക് ഗ്യാസ് അടിച്ചു കഴിഞ്ഞാല് ഒരു 160 കിലോമീറ്റർ നമുക്ക് വണ്ടി ഓടിച്ചു കൊണ്ടാവും. അതൊരു ഡീസൽ കാറിന്റെ മൈലേജ് ഇനി വണ്ടി കിട്ടും. പെട്രോൾ എഞ്ചിന്റെ കംഫർട്ടും സൈലന്റ് ആണ്, പിന്നെ ജർക്കിംഗ് ഇല്ലാത്ത, വൈബ്രേഷൻ ഇല്ലാത്ത, നല്ല കംഫർട്ട് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ഒരു വാഹനം. അതും ചെറിയൊരു ബഡ്ജറ്റില് നമ്മളിവിടെ കൊണ്ട് ഇവിടെ CNG ചെയ്യണോടത്ത് നമ്മൾ വണ്ടി കൊടുത്തിട്ടപ്പോ 2 ദിവസം മുമ്പ് നമ്മൾ ഓടിച്ചു വന്നപ്പോ പെട്രോളിലാണ് ഓടിച്ചു. ആ ഒരു സെയിം പവർ ഇപ്പൊ ഓടിച്ചപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പവർ ലോസ് ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്തു, പവർ ലോസ് ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല പവറും കാര്യങ്ങളൊക്കെ. CVT ഗിയർ ബോക്സ് നല്ലോണം മാനേജ് ചെയ്ത് ഇതാക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടായിരിക്കും. ഇത് മാനുവൽ ഓടിക്കുമ്പോൾ പവർ ലോസ് ഇല്ലേ, വ്യത്യാസമുണ്ട്. നല്ല ഓടിക്കുമ്പോ ചെറിയ പവർ ലോസ്, നമ്മള് നല്ല സ്റ്റീപ്പൊക്കെ കയറുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മാനുവൽ ഓടിക്കുമ്പോ നമ്മളിപ്പോ ചില ടെറൈൻസിൽ ഇപ്പൊ നമ്മള് തേർഡ് ഗിയറിലൊക്കെ പോവാണെങ്കിൽ അതെ, ഇപ്പൊ നമ്മള് ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെ ആക്സേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ലാഗ് പോലെ ഫീൽ ചെയ്തിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഓട്ടോമാറ്റിക് ഇത് ഓടിച്ചപ്പോൾ നല്ല സ്മൂത്ത് ആണ്. ശരിക്കും മാനുവലിന് അതേ ശരിക്കും നമ്മള് പെട്രോളിന് അതേ പവർ കിട്ടിയ പോലെയാണ് ഫീൽ ചെയ്തത്. ഇത് ആക്ച്വലി നമുക്ക് ഇതിപ്പോ ഒരു പിന്നെ ബെനിഫിറ്റ് വേണ്ടി, മോണിറ്ററി ബെനിഫിറ്റ് വേണ്ടി ചെയ്ത കാര്യമൊന്നുമല്ല. ഇത് ഈ വണ്ടി കൊടുത്ത ആള് എനിക്ക് എന്റെ ഒരു ജ്യേഷ്ഠ പോലെയാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ്, കൊളീഗ്സ് ആണ്. അപ്പൊ ആള് ഒരു വണ്ടി ഒരുപാട് ആഗ്രഹിച്ച സമയത്ത് പിന്നെ ആൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വണ്ടി ആളെ കൊടുക്കുക എന്നുള്ളൊരു ഇതിന്റെ ഭാഗമായിട്ട് സന്തോഷം മാത്രമേ നമ്മൾ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ആള് ഒരുപാട് നന്ദി പറഞ്ഞു. അപ്പോ പിന്നെ ഇവിടെ ലൈൻഡ് കൃത്യമായിട്ട് ഓരോ വീട്ടുമുറ്റത്ത് നമ്മൾ വണ്ടി എത്തിച്ചു കൊടുക്കുന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ്. നമുക്കും ഒരുപാട് സന്തോഷമായി. കാരണം ഇനി ആളുടെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ആളുടെ ജീവിതത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ഒരു പാർട്ടായിട്ടാണ് വരിക. പ്രത്യേകിച്ച് ഒരു ചെറിയ വീട് പോലെ തന്നെയാണ് ഒരു ചെറിയ ഫാമിലിക്ക് ഒരു കാർ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു സാധനം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ വണ്ടി പ്രാന്തന്മാരായ ആൾക്കാർക്ക്. അതെ അതെ അതെ, വണ്ടി എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു പുതിയ വണ്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വണ്ടി ആയിക്കോട്ടെ, വണ്ടി എടുക്കാൻ പറയുമ്പോൾ നമ്മുടെ അടുത്ത കസ്റ്റമർ നമ്മളെ സമീപിക്കുമ്പോൾ ഇപ്പോൾ ഓലൊരു ഭയങ്കര ഒരു ആഗ്രഹവും വണ്ടി എന്ന് പറയുമ്പോൾ ഒരു ഡ്രീമോ, നമ്മൾ വീട് പോലെ തന്നെ പിന്നെ വലിയൊരു സ്വപ്നമാണ് വണ്ടി എന്ന് പറയുമ്പോൾ. പല ആൾക്കാരും പല രീതിയിലാവും, പിന്നെ ബഡ്ജറ്റ് പിന്നെ അതേപോലെ ഫണ്ട് എല്ലാം നോക്കിയിട്ടാണ് ഓരോ വണ്ടികൾ ആൾക്കാർ എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ വണ്ടിയുടെ നമ്മളെ പുതിയ വണ്ടികൾ മഹീന്ദ്രയുടെ വണ്ടികളായിക്കോട്ടെ, അപ്പോൾ ഇനിയിപ്പോൾ യൂസ്ഡ് വണ്ടിയിലായിക്കോട്ടെ, നമുക്ക് നമ്മളെ കസ്റ്റഡിയിൽ വരുന്ന വണ്ടികളൊക്കെ നമ്മൾ മാക്സിമം നമ്മളെ കെയർ ഓഫ് തന്നെ നമ്മൾ സെയിൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വണ്ടി ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. പ്രൈസേ തീർച്ചയായിട്ടും വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും താല്പര്യമുള്ള ഒരു സംഭവം. അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് നമ്മളൊരു യാത്ര ചെയ്ത് അല്ലെങ്കിൽ മഴ ഉണ്ടാകുന്ന സമയത്ത് പോകുമ്പോൾ നമുക്ക് ആ വണ്ടിയിൽ അത്രയും ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മളെ കുടുംബം, നമ്മളൊരാള് പൊതുവെ നമ്മളെ ഒരു നാട്ടിൻപുറത്തൊക്കെ മെയിലായി ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. സ്ത്രീകളും മോശം ഡ്രൈവിംഗ് ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്, നല്ല ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഒരു കുടുംബനാഥം വണ്ടി ഓടിക്കുന്നു, ഭാര്യയും മക്കളൊക്കെ വണ്ടി ഇരിക്കുന്നു. ആ സമയത്ത് ആ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, വണ്ടി പുതിയ വണ്ടിയാണെങ്കിൽ പോലും ഇഷ്യൂസ് വരും. പക്ഷെ എന്നാലും മാക്സിമം അത്തരം ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി ഇത് അവർ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിത ബോധം ഭയങ്കരമാണ്. അത് അവർക്ക് നൽകുന്ന ഒരു സന്തോഷം ഭയങ്കര. അത് ഞാൻ നേരത്തെ ഒരു വീടിനോട് ഉപയോഗിച്ചത്, ഒരു വീട് പോലെ സുരക്ഷിതമാണ് ഒരു വണ്ടി, കാറ്. നമുക്ക് ഒരു മത്സരത്തിനോ അല്ലെങ്കിൽ ഒരു റേസിങ് അങ്ങനെയൊന്നുമല്ല, ഒരു വളരെ നോർമൽ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങിൽ ഒരു കാറ് കൊണ്ടെടുക്കുക അത് ഭയങ്കര ഒരു ഇതാണ്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ ആ വീട്ടുമുറ്റത്ത് എത്തിയ സമയത്ത് തന്നെ അകത്തുനിന്ന് കുട്ടികളെല്ലാരും കൂടി ഓടി വന്ന് അവരാ വണ്ടിന്റെ ചുറ്റും നടന്ന് എല്ലാരും കൂടി ഓടി വന്ന്. അപ്പൊ അത് ഭയങ്കര നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം. അതിനിപ്പോ എത്ര പഴയ വണ്ടിയാണെങ്കിലും ഒരാൾ ആഗ്രഹിച്ച് വാങ്ങുന്ന ഒരു വണ്ടി, പ്രത്യേകിച്ച് ഇപ്പൊ 2 വീലർ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവൻ 2 വീലർ ആണെങ്കിൽ പോലും ഒരു 2 വീലർ ആഗ്രഹിച്ച് സ്വന്തമാക്കിയിട്ട് അതിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ
ഇനിയിപ്പോ 20,000 രൂപയുടെ കാറായാലും 30,000 രൂപയുടെ കാറായാലും അത് ആ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു സുരക്ഷിതത്വം ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഇപ്പൊ നമ്മള് മലപ്പുറം ടൗണിലെത്തി. ടൗണിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെ നമ്മളെ CRV ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 11 മണി കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ കോട്ടക്കൽ ടൗണിലെത്തിട്ടോ. ഒരു വണ്ടി ഇല്ലല്ലേ, ഫുൾ ഫ്രീ ആയി. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ലബീബിക്കാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ലബീബിക്കാൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വണ്ടിയാണ് ഈ കാണുന്ന CRV. കുറേ കാലമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് കൂടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അൾട്ടിസ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അൾട്ടിസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ റോഡിൽ കാണുന്നത് മൊത്തം അൾട്ടിസാണ് അല്ലേ? ടൊയോട്ടയുടെ രാജകുമാരൻ. അതെ. പിന്നെ നമ്മൾ ലബീബ് ഖാൻ അറിയാത്തവർക്കുണ്ടെങ്കിൽ നമ്മളെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ലബീബ് ഖാൻ ഇപ്പം എങ്ങനെയുണ്ട്? നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. അപ്പോൾ നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, ഞാനും വൈഫും കൂടെ. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, വൈഫ് ആയുർവേദ ഡോക്ടറാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു മനഃശാസ്ത്ര ആയുർവേദ ക്ലിനിക്ക് പിന്നെ ഇവിടെ രണ്ടത്താണി ഓപ്പൺ ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ആയിട്ടില്ല, ജൂണൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മളെ ബ്രാൻഡ് വേദിന്റെ ആയുർവേദ എന്നാണ്. വേദിന്റെ. അപ്പൊ എന്താണ് അതില് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ഞാൻ ചൈൽഡ് സൈക്കോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്. ഒരു മെറ്റേണിറ്റി കെയർ പ്ലസ് പാരന്റിങ് ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതോടൊപ്പം അതർ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. ഈ കുട്ടികളിൽ പാരന്റിങ് ഇഷ്യൂ കൊണ്ട് ഉണ്ടാവുന്ന, ഇപ്പോൾ നമുക്കറിയാമോ നാട്ടിൽ കേരളത്തിലൊക്കെ ഈ അടുത്ത് വന്ന ന്യൂസുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ നമ്മൾ കുറെ ഒന്ന് ചികഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറെയൊക്കെ പാരന്റിങ് മിസ്റ്റേക്സുകൾ ഒരുപാടുണ്ട് അതിനകത്ത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഏരിയാസിലൊക്കെ നല്ല ഡയറക്ഷൻസ് രക്ഷിതാക്കൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രൈം ഉദ്ദേശം. പിന്നെ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരവും മനസ്സും കൂടി ചേരുമ്പോഴാണ്. അപ്പോ നമ്മുടെ ടാഗ് ലൈനതാണ് ആരോഗ്യമായൊരിടം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലിനിക്കിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാഗ് ലൈനാണ്. അപ്പോൾ അടുത്ത് തന്നെ ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും. കുട്ടികളുടെ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, അങ്ങനെ ഒരു അസ്വസ്ഥത, കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു അസ്വസ്ഥത മൂലം അവർ പ്രകടിപ്പിക്കുന്ന കുറെ ഇഷ്യൂസുകളുണ്ട്. വാശി, ദേഷ്യം, പിന്നെ ഇവൻ ചില ടൈപ്പ് ഓഫ് അഡിക്ഷൻ, ഇവൻ ഡ്രഗ് ആണെങ്കിലും ഫോൺ ആണെങ്കിലും ഒക്കെ വരുന്നത് ചില അസ്വസ്ഥതകളിൽ നിന്നാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഗൈഡൻസ് പാരന്റ്സിനും കുട്ടികൾക്ക് അതിൽ നിന്നൊരു മോചനത്തിന് വേണ്ട സപ്പോർട്ട്, ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലബീബ് ഖാനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ആളെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെങ്കോട്ടി കഴിഞ്ഞു, നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു CRVയുടെ ചെറിയൊരു ഡ്രൈവ് എക്സ്പീരിയൻസ്, അതിൽ നമ്മൾ കൂടുതലായിട്ട് അതൊന്നും ഫോക്കസ് ചെയ്തില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ അൾട്ടിസ് CNG ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് ആ വണ്ടി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു, അതെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടിയാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ CNG ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കൊക്കെ എന്തായാലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. CNG ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ബ്രദേഴ്സ് വർക്ക്ഷോപ്പ് അവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നമ്മളെ വേദി ആയുർവേദ ചൈൽഡ് സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ട, അതേപോലെ ആയുർവേദ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ലബീബ് ഖാനെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ രണ്ടുപേരുടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാൻ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കൊണ്ട് കാണാൻ. ബൈ.